IBS വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മാറും, ക്യൂറബിൾ ആണോ? കാര്യം ഈ മെഡിസിൻ ആണ് അവർക്ക് IBS ഉണ്ടാക്കുന്നത്. ഉം, ഈ മെഡിസിൻ അവരുടെ ഗട്ടിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉം, ആ മുറിവ് വെറുതെ ഇരുന്നാലും ചിലപ്പോൾ ഉണങ്ങും, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാലും ഉണങ്ങും. ഉം, രോഗി എല്ലാ ദിവസവും പോയി മുറിവിൽ ചിരണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ മുറിവ് ഉണങ്ങാൻ പോകുന്നില്ല. ഉം. അപ്പൊ അതുപോലെ തന്നെയാണ് IBSഉം. അലർജി എങ്ങനെയാണ് നമ്മളുടെ ഒരു സെക്ഷുവൽ ലൈഫിനെ ബാധിക്കുക, അല്ലെ ദാമ്പത്യത്തെ ബാധിക്കുക? ന്യൂലി മാരീഡ് ഒക്കെ ആകുമ്പോഴാണ് പ്രശ്നം വരിക. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ആ ഒരു ആക്ട് ചെയ്യുമ്പോൾ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്ത് എക്സേർഷൻ വരുമ്പോൾ ആസ്മ പെട്ടെന്ന് വരിക, ഉം. അങ്ങനെ ഒക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പേടിയായിരിക്കും. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. അതെ. എന്നാൽ പോലും അത് എഫക്ട് ചെയ്യും. നമ്മുടെ ഫിലിം ആക്ട്രസ് ഗ്രേസ് ആന്റണി, പുള്ളിക്കാരിക്ക് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. പല ആൾക്കാർക്കും പല വെറൈറ്റി ഓഫ് അലർജൻസ് കൊണ്ടാണ് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. നമുക്ക് ഡ്രഗ് അലർജി ഉള്ള ആളാണ്, പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മെഡിക്കേഷൻസോ വേണമെങ്കിൽ അത് പറ്റില്ല. ഈ അലർജി ഉള്ള ആളുകൾക്ക് AC നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അപ്പോൾ ഈ AC ഓഫ് ചെയ്യാതെ എങ്ങനെയാണ് ഇവരുടെ അലർജി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോടും അലർജി ഉള്ള ആൾക്കാർക്ക് അലർജി AC ഇടുമ്പോൾ കൂടാറുണ്ട്. അപ്പോൾ AC ഒഴിവാക്കിയിട്ട് അവരുടെ അലർജി കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കുന്നത് വേണം. ആ കുട്ടിക്ക് ആ ചെറിയ മനസ്സിൽ അനുഭവിക്കേണ്ടി വരുന്ന സോഷ്യൽ സ്റ്റിഗ്മ അത് ഭയങ്കരമാണ്. അതുപോലെ അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവന് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. രാവിലെ നേരത്തെ എണീക്കുമ്പോൾ തുമ്മി തുമ്മി അവന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ് അലർജി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അപ്പൊ എന്താണ് അലർജി? വയറ് ശരിയല്ലാത്ത പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊരു ഘട്ടത്തിൽ ഈ ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ചെറുതായിട്ട് അനുഭവിച്ച ഒരാളാണ്. നമുക്ക് ആളുകളുടെ അടുത്ത് പറയാൻ പേടിയാണ്. ഡോക്ടറെ കാണിക്കണോ എന്നുള്ള ഒരു ഡൗട്ട് പോലും ഉണ്ടാവും. ഇത് കാണിച്ചാൽ തന്നെ മാറുമോ എന്നുള്ള ഒരു ഡൗട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. IBS വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി മാറും, ക്യൂറബിൾ ആണോ? അതിൽ എനിക്കൊരു ഒറ്റ ഉത്തരമായിട്ട് യെസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ അത് ക്യൂറബിൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മരുന്നും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിപ്പും. ഈ രണ്ട് ഫാക്ടേഴ്സും നല്ല രീതിയിൽ വന്നാൽ മാത്രമേ, കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ IBS മാറുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. കാര്യം ഹോമിയോ മെഡിസിൻ ബേസിക്കലി നമ്മൾ ആ കംപ്ലീറ്റ് ഒരു ഇൻഡിവിജ്വലിനെയാണ് ട്രീറ്റ് ചെയ്യണത്. അവരുടെ മൈൻഡും കംപ്ലയിൻസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. പ്ലസ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, നല്ല ഉറക്കം കിട്ടണം, സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സ്, അതുപോലെ മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. അത് ബാക്കിയുള്ളവരെ ഹാം ചെയ്യുന്നതല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്നത് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും മരുന്ന്, അത് വലിയൊരു പ്രശ്നമാണ്. കാര്യം ഹൈ ഡോസ് ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ഷുഗർ, ഡയബറ്റീസിന് വേണ്ടിയിട്ട് മെറ്റ്ഫോർമിൻ, അതുപോലത്തെ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ്, ഐബുപ്രോഫിൻ പോലത്തെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുന്ന രോഗികൾക്ക് ഇത് മാറാൻ എളുപ്പമല്ല. ഓക്കെ. കാര്യം ഈ മെഡിസിൻ ആണ് അവർക്ക് IBS ഉണ്ടാക്കുന്നത്. ഈ മെഡിസിൻ അവരുടെ ഗട്ടിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് IBS കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫുഡ് ഐറ്റംസ്, അതായത് അവര് ഇപ്പം ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട്, നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ പേഷ്യന്റ് രാത്രി പോയിട്ട് അൽഫാമും കഴിച്ച് രാത്രി 12 മണിക്ക് അൽഫാമും കഴിച്ച് 1 മണിക്ക് കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഒരിക്കലും അയാളുടെ IBS മാറാൻ പോകുന്നില്ല. ഞാൻ എത്രത്തോളം നല്ല മരുന്ന് കൊടുത്താൽ പോലും, ഏറ്റവും ഹൈ ഡോസ് മരുന്ന് കൊടുത്താൽ പോലും അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പോൾ ലൈഫ് സ്റ്റൈലും കറക്റ്റാക്കി അതിൻ്റെ ഒപ്പം തന്നെ മെഡിസിനും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്ന രോഗം തന്നെയാണ് IBS. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു മുറിവുണ്ടായി, ആ മുറിവ് ഉണങ്ങണം. ആ മുറിവ് വെറുതെ ഇരുന്നാലും ചിലപ്പോൾ ഉണങ്ങും, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാലും ഉണങ്ങും. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു മുറിവുണ്ടായി, അത് ഉണങ്ങണം. അപ്പം ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ രോഗി എല്ലാ ദിവസവും പോയി മുറിവിൽ ചിരണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മുറിവ് ഉണങ്ങാൻ പോകുന്നില്ല. അപ്പം അതുപോലെ തന്നെയാണ് IBSഉം. നമ്മുടെ ഗട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ആ സെൻസിറ്റിവിറ്റി കുറയും, ഗട്ടിലെ നല്ല ബാക്ടീരിയാസ് കൂടും. അതിൻ്റെ ഒപ്പം തന്നെ ആ ഗട്ടിനെ ട്രിഗർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ സെൻസിറ്റിവിറ്റി കുറയില്ല, അത് സെൻസിറ്റിവിറ്റി പിന്നെയും കൂടും. ആ ഫുഡ് ഐറ്റം കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ പിന്നെയും വരും. അപ്പോൾ ഒരിക്കലും ആ പേഷ്യന്റിൽ IBS മാറില്ല. അപ്പോൾ ലൈഫ് സ്റ്റൈലും മെഡിസിനും കറക്റ്റായിട്ട് പോയാൽ തന്നെ IBSനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ട്രോമ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഈ വയറ് ശരിയല്ലാത്തതും ട്രോമയും ഈ IBS ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മുടെ മൈൻഡ്, ഇപ്പോൾ ഓൾറെഡി IBS ഉള്ള ഒരു പേഷ്യൻറ്റിന് ട്രോമ അല്ലെങ്കിൽ സ്ട്രെസ്, ആങ്സൈറ്റി വരുമ്പോൾ അവരുടെ വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അതായത് ഇപ്പോൾ
നോർമലി ഒരാൾക്ക് ഒരു മൂവ്മെന്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നടക്കുന്നുണ്ടാവും. ആ, അതായത് നമ്മുടെ കുടലിന്റെ ചലനം നടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു IBS പേഷ്യൻസിന് അത് പെയിൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നോർമലി ഞാൻ അറിയില്ല, എൻ്റെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് എൻ്റെ വയറ് ദഹനം നടക്കുന്നുണ്ട്, മൂവ്മെന്റ് നടക്കുന്നുണ്ട്, പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ല. ഇല്ല. പക്ഷെ ഒരു IBS പേഷ്യൻസിന് അതൊരു പെയിൻ ആയിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ. അത് ഈ വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമാണ്. അത് ബ്ലോട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഈ വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമാണ്. അപ്പോൾ അവര് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, ആങ്സൈറ്റി അനുഭവിക്കുമ്പോഴൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ കൂടും, ഓക്കെ. ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് IBSഉം അതുപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഈ ട്രോമയൊക്കെ കാരണം. അതുപോലെ ഈ ട്രോമ കാരണം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഒരാൾക്ക് പെട്ടെന്ന് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയി എന്നൊക്കെ വിചാരിക്കും. അത് അവർ വല്ലാണ്ട് മൈൻഡ് ഡിപ്രസ്ഡ് ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് IBS ഡെവലപ്പ് ചെയ്യുന്ന പല പേഷ്യൻസും ഉണ്ട്. നമുക്ക് പല പേഷ്യൻസും അങ്ങനെ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരുടെ അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാലഘട്ടമായിട്ടുള്ള സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ള വർക്ക് പ്ലേസിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, കുറെ കാലങ്ങളായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരിൽ IBS ഡെവലപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ IBS മാറണമെങ്കിലും ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് കുറച്ചെങ്കിലും കുറയണം. എന്നാൽ മാത്രമേ IBS കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അവരിലും ഈ പറഞ്ഞ പോലെ IBS മാറ്റിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ. മനുഷ്യർ നിസ്സാരമായിട്ട് കാണുന്ന മറ്റൊരു അസുഖമാണ് അലർജി എന്നുള്ളത്. എൻ്റെ അച്ഛൻ രാവിലെ ഉറങ്ങി എണീറ്റാൽ ഒരു 5 മിനിറ്റോളം തുമ്മിക്കൊണ്ടേയിരിക്കും. എനിക്ക് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അലർജിയാണ്. എനിക്ക് ചൊറിഞ്ഞ് ദേഹത്ത് മുഴുവൻ ഒരു തടിപ്പ് പോലെ ഉണ്ടാവും. അലർജി എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും സിമ്പിളല്ലേ, ഇതൊക്കെ ഇത്ര വലിയ പണിയുണ്ടാവും, അലർജി അല്ലേ എന്ന് പറയും. പക്ഷെ ആ അലർജി ഉള്ള മനുഷ്യർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ്. നമുക്ക് ഓക്കെ ആവാൻ പറ്റൂല എന്ത് ചെയ്തു കഴിഞ്ഞാലും. അലർജി എന്നൊരു അസുഖം, ഇത് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രയാസം എത്രത്തോളാണ്? അലർജി എന്ന് പറയുന്ന അസുഖം ഒരു മാരകമായിട്ടുള്ള അസുഖമായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വല്ലാണ്ട് അത് ബാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പേഷ്യൻസ് തന്നെ പല കുട്ടികൾ പഠിക്കാൻ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അവൻ രാവിലെ ക്ലാസ്സിൽ പോകുമ്പോൾ തുമ്മിയിട്ട് ഇരിക്കുക. അപ്പൊ അവന്റെ ക്ലാസ്സിലുള്ള ബാക്കി ഫ്രണ്ട്സ് അവന്റെ അടുത്ത് നിന്ന് മാറിയിരിക്കും. എപ്പോഴും മൂക്കൊലിച്ചോണ്ടിരിക്കും, എപ്പോഴും മൂക്ക് തുറച്ചോണ്ടിരിക്കും. അവന്റെ കയ്യിൽ എപ്പോഴും കർച്ചീഫ് ഉണ്ടാവും. അതാണെങ്കിൽ ആകെ കംപ്ലീറ്റ്ലി മൂക്കിൽ നിന്ന് വന്നിട്ട് അത് തുടച്ചിട്ടുള്ള അഴുക്കായിട്ടുള്ള കർച്ചീഫ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആ സോഷ്യൽ സ്റ്റിഗ്മ, ആ കുട്ടിക്ക് ആ ചെറിയ മനസ്സിൽ അനുഭവിക്കേണ്ടി വരുന്ന സോഷ്യൽ സ്റ്റിഗ്മ, അത് ഭയങ്കരമാണ്. അതുപോലെ അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവന് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. രാവിലെ നേരത്തെ എണീക്കുമ്പോൾ തുമ്മി അവന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ് അലർജി. അതുപോലെ ഒരാൾക്കൊരു പ്രസന്റേഷൻ ഉണ്ട്. പ്രസന്റേഷന്റെ സമയത്ത് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് തുമ്മിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ നമുക്കത് പറ്റില്ല. അല്ലെങ്കിൽ ആസ്മാറ്റിക് ആയിട്ട് വരികയാണ്, ശ്വാസം മുട്ടൽ വരികയാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സ്റ്റെപ്പ് കയറിയുമ്പോഴത്തേക്കും കിതപ്പ് വരികയാണ്, ചുമ വരികയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് എഫക്ട് ചെയ്യും, നമ്മുടെ ഡെയിലി ലൈഫിനെ അത് എഫക്ട് ചെയ്യും. അത് അങ്ങനെയാണ് ഈ അലർജി ഏറ്റവും കൂടുതലായിട്ട് അതിന്റെ പ്രശ്നം കാണിക്കുന്നത്. അതൊരു മാരകമായിട്ടുള്ള ഒരു അസുഖമായിട്ട് നമുക്ക് എപ്പോഴും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സിവിയർ ഫോമിൽ അത് മാരകമായിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. കാര്യം നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു, ഫുഡ് അലർജി ഒക്കെ കൂടുതലായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഡ്രഗ് അലർജി, നമ്മൾ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സോ ഒക്കെ കഴിച്ചിട്ട് അതിൽ അലർജി വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ത്രെറ്റനിങ് തന്നെയാണ്. അത് എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ വേണ്ട അസുഖം തന്നെയാണ്. അതുപോലെ ആസ്മ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടി ഏറ്റവും കൂടുതൽ ആൾക്കാർ സിവിയറിറ്റി കാരണമായിരിക്കില്ല, ആസ്മയുടെ അല്ലെങ്കിൽ അലർജിയുടെ സിവിയറിറ്റി കാരണമായിരിക്കില്ല അവരെ പ്രശ്നം കൂടുതൽ വരുന്നുണ്ടാവുക. അവരുടെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഈ അലർജി കാരണം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പം എന്താണ് അലർജി? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ തണുപ്പിനോട് അലർജി ഉള്ള ഒരാളും നോർമൽ ആയിട്ടുള്ള ഒരാളും ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ തണുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ AC യുടെ കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ തണുത്ത ക്ലൈമറ്റ് വരുമ്പോൾ ഈ അതിനോട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ തുമ്മൽ വരിക, ജലദോഷം വരിക, അല്ലെങ്കിൽ ചൊറിഞ്ഞ് തടിക്കുക, അങ്ങനത്തെ സിംറ്റംസ് കാണും. എന്നാൽ നോർമൽ ആയിട്ടുള്ള ആൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതായത് രണ്ടുപേരുടെയും ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി, അതായത് ഈ അലർജി ഉള്ള ആൾക്കാരുടെ പ്രതിരോധ ശേഷി വല്ലാണ്ട് സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയൊരു പൊടി അടിക്കുമ്പോൾ പോലും, ചെറിയൊരു തണുപ്പടിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ എന്തിനോടാണോ അലർജി അതിനായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ കൂടുതലായിട്ട് ഓവർ റിയാക്ട് ചെയ്യും അവരുടെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി. അപ്പൊ അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അലർജി എന്താണെന്ന് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെയാണ് അലർജി എന്ന് പറയുന്നത്. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അലർജി നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു.
കല്യാണം കഴിഞ്ഞ ആളുകളിൽ ഈ അലർജി കാരണം, അതായത് ഈ ദമ്പതികളിൽ അലർജി കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം അലർജി ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ അവരുടെ കൂടെ പുറത്തു പോകാൻ നമുക്ക് പറ്റില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയണം ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അലർജി വരും. അപ്പം നമ്മൾ നല്ലപോലെ നോക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അലർജി എങ്ങനെയാണ് നമ്മളുടെ ഒരു സെക്ഷുവൽ ലൈഫിനെ ബാധിക്കുക, അല്ലെ ദാമ്പത്യത്തെ ബാധിക്കുക? ഒരാളുടെ സെക്ഷുവൽ ലൈഫിനെ ഡയറക്റ്റ് ആയിട്ട് അലർജി ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരുടെ ലിബിഡോനെയോ അല്ലെങ്കിൽ ഇറക്ഷനെയോ അതിലൊന്നും അലർജിക്ക് വലിയ പാർട്ടില്ല. ഓക്കെ. പക്ഷെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലർജി ഉള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ ഒരു ആക്ട് ചെയ്യുമ്പോൾ മൂക്കൊലിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്ത് എക്സേർഷൻ വരുമ്പോൾ ആസ്മ പെട്ടെന്ന് വരിക, അങ്ങനെ ഒക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പേടിയായിരിക്കും. അതെ, അത് വലിയൊരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക് പക്ഷെ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടില്ല. എപ്പോഴും ആ ഒരു മൂക്കൊലിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തുമ്മിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ജലദോഷം വന്നുകൊണ്ടിരിക്കുക, ചുമച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ആക്ട് ചെയ്യുമ്പോൾ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമാണ് സെക്ഷൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്നത്. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. എന്നാൽ പോലും അത് എഫക്ട് ചെയ്യും. ഡയറക്ട്ലി എഫക്ട് ചെയ്യില്ല എന്ന് മാത്രം, പക്ഷെ ഇൻഡയറക്ട്ലി ഇങ്ങനെ അവരുടെ സെക്ഷൽ ലൈഫിനെ എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ മാനസിക, അതായത് മെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അതിപ്പോ നമ്മളിപ്പോ ന്യൂലി മാരീഡ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ജീവിതം കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷമാണ് ഇത് വരണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാവും. അത് ന്യൂലി മാരീഡ് ഒക്കെ ആകുമ്പോഴാണ് പ്രശ്നം വരിക. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അവര് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഹണിമൂണിനൊക്കെ പോകുമ്പോൾ കൂടുതൽ തണുപ്പുള്ള കാലാവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല, മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, അപ്പൊ ഒരു ഹോട്ടലിൽ കയറി കൂടുതലും ചെമ്മീന്, അയല, ഷ്രിംസ്, അല്ലെങ്കിൽ അതുപോലത്തെ നല്ല മത്സ്യം കഴിക്കാൻ പറ്റില്ല, നട്ട്സ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ പിന്നെയും കുഴപ്പമില്ല, ആന്റിബയോട്ടിക്സ് പോലും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ അവരുടെ സെക്ഷൽ ലൈഫിനേക്കാൾ ഉപരി അവരുടെ പേഴ്സണൽ ലൈഫിനെയും അതുപോലെ അവരുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെയാണ് ബാധിക്കുക. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് അലർജി ബാധിക്കുന്നത്. അല്ലാണ്ട് സെക്ഷൽ ലൈഫിനെ ഡയറക്റ്റ് ആയിട്ടൊന്നും അലർജി അങ്ങനെ എഫക്ട് ചെയ്യില്ല. നമ്മുടെ ഫിലിം ആക്ട്രസ് ഗ്രേസ് ആന്റണി, പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അപ്പോൾ കൂടെ ഉണ്ടാവുന്ന ആൾക്കത് മനസ്സിലാവണം, ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രശ്നം വരും എന്നും, ചെമ്മീൻ കഴിച്ചുണ്ടാവുന്ന ഒരു പ്രശ്നത്തെ ഈ ഒരു കൂടെയുള്ള വ്യക്തി ടേക്ക് കെയർ ചെയ്യണമെന്നും. അപ്പോൾ അലർജി ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ഗാർഡിയൻ എന്നുള്ള രീതിയിൽ, ഒരു പ്രൊട്ടക്ടർ ഉള്ള രീതിയിൽ ശ്രദ്ധിക്കണം? ഈ അലർജി ഉള്ള ആളുടെ കൂടെ ജീവിക്കുന്ന ആളാണെങ്കിലും അലർജി ഉള്ള ആളാണെങ്കിലും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അലർജി ഉണ്ടാവുന്നത് എന്നാണ്. ചിലവർക്ക് അത് ഫുഡ് ഐറ്റംസ് ആയിരിക്കും, ചിലവർക്ക് അത് ഡ്രഗ് അലർജീസ് ആയിരിക്കും, ചിലവർക്ക് പൊളൻ ഗ്രെയിൻസ് ആയിരിക്കും, ചിലർക്ക് തണുപ്പായിരിക്കും, ചിലർക്ക് ഡിറ്റർജൻസ് ആയിരിക്കും. അങ്ങനെ പല ആൾക്കാർക്കും പല വെറൈറ്റി ഓഫ് അലർജൻസ് കൊണ്ടാണ്. ചിലർക്ക് വീട്ടിൽ വളർത്തുന്ന നായയുടെ ഫെർ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പൂച്ചയുടെ ഒക്കെ ഫെർ കൊണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് അലർജി ഉണ്ടാവുന്നതെന്ന് ആദ്യം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കണം. മനസ്സിലായി? അപ്പൊ അത് നമ്മുടെ പാർട്ട്ണറിനോടും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമുക്ക് ഡ്രഗ് അലർജി ഉള്ള ആളാണ്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കില്ല നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, വഴി കൂടെ പോണ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഡ്രഗ് അലർജി ഉണ്ടെന്ന് ഈ ഡോക്ടർക്ക് അറിഞ്ഞില്ലെങ്കിൽ അവർ ഈ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മെഡിക്കേഷൻസോ വേണമെങ്കിൽ അത് പറ്റില്ല. അവര് നോക്കിയിട്ടേ കൊടുക്കുള്ളൂ, ഡ്രഗ് അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. പക്ഷെ നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ നമുക്ക് ഇന്ന ഡ്രഗിനോട് അലർജി ഉണ്ട് എന്നുള്ള ഒരു കോഷൻ സ്ലിപ്പ് ഉണ്ടെങ്കിൽ എപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കും, എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമുക്ക് ചില ഫുഡ് ഐറ്റംസ് നമുക്ക് പുതിയതായിട്ടൊരു ഫുഡ് ട്രൈ ചെയ്യണമെന്ന് തോന്നി, ആ ഫുഡിൽ എന്തൊക്കെയാ ഡിഷിൽ ട്രൈ ചെയ്യണമെന്ന് തോന്നി, ആ ഡിഷിൽ എന്തൊക്കെയാ കണ്ടന്റ്സ് നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് അലർജി ആയിട്ടുള്ള കണ്ടന്റ്സ് ചിലപ്പോൾ അതിലുണ്ടായിരിക്കാം, നട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫിഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വെജിറ്റബിൾസിലും, ഇപ്പൊ ഈ വെണ്ടയ്ക്ക അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആ ഡിഷിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് റിയാക്ഷൻ വരും. അപ്പൊ നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലത്തല്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ മെഡിക്കേഷൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാർട്ട്ണറും അതുപോലെ തന്നെ അലർജി ഉള്ള ആളും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അലർജി ഉള്ള ആളാണെങ്കിൽ എപ്പോഴും അതൊരു എഴുതി ഒരു സ്ലിപ്പാക്കി നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മഴക്കാലാണിപ്പോൾ, പ്രളയം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, മുന്നറിയിപ്പൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിർത്താതെ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തുമ്മി ചില ആളുകൾ, ഈ അലർജി ഉള്ള ആളുകൾ അങ്ങ് വയ്യാണ്ടായി. അലർജിയും ഈ മഴയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മഴയുള്ള സമയത്ത് എന്തുകൊണ്ടാണ് ഈ അലർജി കൂടുന്നത്? തീർച്ചയായിട്ടും
മഴക്കാലവും അലർജിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ തന്നെ ഉണ്ട്. കാര്യം മഴക്കാലത്ത് ഈർപ്പം വല്ലാണ്ട് കൂടുതലായിരിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മാട്രസിലും അതുപോലെ തലയെണ്ണയിലും ഒക്കെ മൈറ്റ്സ്, മോൾസ്, അതുപോലെ ഫംഗസ് ഒക്കെ കൂടുതലായിട്ട് വളരാനും അവരുടെ സ്പോർട്സ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ വീടിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഉണ്ടാവാനും അത് അലർജി വല്ലാണ്ട് കോസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ. അപ്പൊ ഈ അലർജി ഉള്ള ആൾക്കാരിൽ മഴക്കാലത്ത് കൂടുതലായിട്ട് നമ്മുടെ പേഷ്യൻസ് ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് ലെവലായിട്ട് പോകുന്ന പേഷ്യൻസിനൊക്കെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അവരുടെ അലർജി, എന്ത് അലർജി ആയിക്കോട്ടെ, ആസ്മ ആയിക്കോട്ടെ, തുമ്മലായിക്കോട്ടെ, ചൊറിഞ്ഞടിക്കലായിക്കോട്ടെ, അതൊക്കെ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മഴക്കാലത്ത് കൂടുതലും വാതിലും ജനലൊക്കെ അടച്ചിടാറാ പതിവ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ കുറയുകയും ഇൻസൈഡ് എയറിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും പിന്നെ അതൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ ഈ പേഷ്യൻസിന് അലർജി മഴക്കാലത്ത് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അലർജി ഉള്ള ആളുകൾക്ക് എ സിയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? കാരണം ഇപ്പം നമ്മൾ റൂമിലായാലും എ സി ഇട്ടാലും പ്രശ്നം ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ നമ്മൾ കാറിൽ പോകുമ്പോൾ അലർജി ഉള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എ സി ഓഫ് ചെയ്തിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എ സി ഓഫ് ചെയ്യാതെ എങ്ങനെയാണ് ഇവരുടെ അലർജി നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക? എ സി ഓഫ് ചെയ്യാണ്ടെന്ന് പറയുമ്പോൾ എ സിയിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തണുപ്പ്, ഒന്ന് ഡസ്റ്റ്. അതായത് എ സി ഈ തണുപ്പിനോട് അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എ സിയുടെ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ അവരുടെ അലർജി കൂടും. രണ്ടാമത്തെ, എ സി ഫിൽട്ടർ ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡസ്റ്റ് നന്നായിട്ടുണ്ടാവും. അവിടെയും ഈ ഫംഗസും മോൾസും അല്ലെങ്കിൽ അതിന്റെ സ്പോർട്സും ഡസ്റ്റും ഒക്കെ കൂടുതലായിട്ട് ഈ എ സി ഇടുമ്പോൾ കാണാറുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളോടും അലർജി ഉള്ള ആൾക്കാർക്ക് അലർജി എ സി ഇടുമ്പോൾ കൂടാറുണ്ട്. അപ്പോൾ എ സി ഒഴിവാക്കിയിട്ട് അവരുടെ അലർജി കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കാൻ തന്നെ വേണം. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചാൽ അവരുടെ കംപ്ലീറ്റ് അലർജി കുറയുകയും അപ്പോൾ ഈ എ സിയോടും അതിൻ്റെ ഡസ്റ്റിനോടുള്ള തണുപ്പിനോടും അതിൻ്റെ ഡസ്റ്റിനോടുള്ള അലർജി കുറയുകയും ചെയ്യും. അതല്ലാണ്ട് എ സി ഒഴിവാക്കിയിട്ട് തന്നെ അവർക്ക് അലർജി കുറയ്ക്കാൻ പറ്റില്ല. എ സി ഇടാണ്ടിരിക്കാന്ന് പറ്റുള്ളൂ. ഇപ്പൊ കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ജനൽ തുറന്നിട്ട് ഇരിക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഫാൻ ഇടുക, വെന്റിലേഷൻ മാക്സിമം വെന്റിലേഷൻ ഉണ്ട്. അപ്പൊ ഈ എ സി നമ്മുടെ റൂമിലിടുമ്പോൾ റൂമൊക്കെ ക്ലോസ് ചെയ്യും. അപ്പൊ വെന്റിലേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരുടെ അലർജന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും റൂമിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അലർജി കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്.